പ്രധാനമന്ത്രി പങ്കെടുത്ത ദേശീയപാതയുടെ ഉദ്ഘാടന ചടങ്ങിൽ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസിനെ പങ്കെടുപ്പിക്കാത്തതിൽ വ്യക്തിപരമായ വിയോജിപ്പുണ്ടെന്ന് ഹൈബി ഈഡൻ MLA. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പ്രോട്ടോകോൾ പാലിക്കേണ്ടതായിരുന്നുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറെ പങ്കെടുപ്പിച്ചത് എന്തടിസ്ഥാനത്തിലാണെന്നും അദ്ദേഹം ചോദിച്ചു. നിരന്തരമായി മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെയും കേന്ദ്രമന്ത്രിമാരെയും പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ മന്ത്രി റിയാസിനെ വിളിക്കാത്തതിൽ വ്യക്തിപരമായി യോജിപ്പില്ല. നമ്മുടെ പ്രോട്ടോകോൾ പാലിക്കേണ്ടതായിരുന്നു. അതുപോലെ തന്നെ രാജീവ് ചന്ദ്രശേഖരനെ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വിളിച്ചത്? അത് തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ട് മാത്രമാണ്. റിയാസ് ഒരിക്കലും പൊട്ടിപ്പോയതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കില്ല. ഇതിന്റെ മാത്രം ഉത്തരവാദിത്വമേ ഏറ്റെടുക്കൂ. പക്ഷേ ഇതിൽ പങ്കെടുപ്പിക്കേണ്ടതായിരുന്നു. ഇവർ ഡൽഹിയിൽ നിതിൻ ഗഡ്കരിയെ കാണുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്നേഹവും ബന്ധവും ഒക്കെയുള്ള ആളുകളാണ്. ഇപ്പോഴത് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ മാത്രമാണെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഹൈബി ഈഡൻ പറഞ്ഞു. പല കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളും ലോക്കൽ MPമാരെ വിളിക്കാതെ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. സെൻട്രൽ റോഡ് മിഷന്റെ റോഡുകളും ജലജീവൻ മിഷന്റെ കുടിവെള്ള പദ്ധതികളും ഒക്കെ സംസ്ഥാന സർക്കാർ ഉദ്ഘാടനം ചെയ്യാറുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ MPമാരെ ഇവരും വിളിക്കാറില്ല. ഇവര് പാലിക്കേണ്ട മര്യാദയുണ്ടായിരുന്നു എന്ന് വെച്ചിട്ട് ഇപ്പോൾ ചെയ്തതിനെ ഞങ്ങൾ ന്യായീകരിക്കുന്നതല്ല, അദ്ദേഹം പറഞ്ഞു. മന്ത്രിയെ പങ്കെടുപ്പിക്കാത്തതിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് VD സതീശനും മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടിയും നീരസം രേഖപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കുകയും അതിൽ പ്രതിഷേധിച്ച് ഔദ്യോഗിക ചടങ്ങിന് ബദലായി സംസ്ഥാന സർക്കാർ സമാന്തര ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. വകുപ്പ് മന്ത്രിയെ ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തിയത് ജനാധിപത്യ മര്യാദകളുടെ ലംഘനവും സംസ്ഥാനത്തോടുള്ള അപമാനവുമാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചിരുന്നു. മുഖ്യമന്ത്രിയും ക്ഷണം ലഭിച്ച 2 മന്ത്രിമാരും പ്രധാനമന്ത്രിയുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തില്ല.